ഹായ് ഫ്രണ്ട്സ്, GST വരാൻ പോകുന്ന മാറ്റങ്ങൾ അതൊരു വാർത്തയായിട്ട് പ്രചരിക്കുകയും അത് സൃഷ്ടിച്ച ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിന്യൂവ്ഡ് മൊമെന്റം ആർജിച്ചുകൊണ്ട് നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി ഇന്നും 25,000 എന്നുള്ള ലെവല് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇൻട്രാഡേയിൽ ആ 25,000 എന്ന ലെവല് ഇത് ടച്ച് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇന്നലെയും ഇതേപോലെ 25,000 മുകളിൽ നിഫ്റ്റി എത്തിയിരുന്നു. അപ്പോൾ ബുൾസ് മെല്ലെ മെല്ലെ നമ്മുടെ മാർക്കറ്റിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പോഴും 25,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് പറ്റുന്നില്ല എന്നുള്ളത് തികച്ചും ബിയേഴ്സ് അവരുടെ സ്ട്രാറ്റജി ഇനിയും ഒഴിവാക്കി എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഇന്ന് ലാർജ് ക്യാപ്പിനേക്കാൾ മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് നല്ല മുന്നേറ്റം ഉണ്ടായത്. നിഫ്റ്റിയിലെ സെക്ടർ വൈസ് ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഇന്നും 1% മുകളിലുള്ള ഒരു റാലി അതിൽ നടന്നിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി FMCG 1% മുകളിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ പോലെയുള്ള ഇൻഡെക്സുകളിലും 1% മുകളിലുള്ള ഒരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ന് NSEയിൽ 2050 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 939 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ ഏകദേശം ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളുടെ ഇരട്ടിക്ക് മുകളിലായിട്ടുള്ള സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എക്സ്ട്രീം ഫിയർ സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ലെവലിൽ നിന്ന് ഇപ്പോൾ ഫിയർ സോണിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു നേരിയൊരു പുരോഗതിയാണ്. അപ്പോൾ ഇത് നിലനിൽക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് നിഫ്റ്റി 50യിലെ 2 പ്രധാന സ്റ്റോക്കുകളിൽ ശക്തമായ മൂവ് നടന്നത് കാണാം. ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസിൽ നല്ലൊരു മൂവാണ് ഇന്ന് നടന്നത്. പ്രത്യേകിച്ച് നിഫ്റ്റി 50യിൽ നല്ലൊരു വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് എന്നുള്ള നിലക്ക് നിഫ്റ്റി 50യെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് റിലയൻസിൻ്റെ ഈ ഒരു മുന്നേറ്റം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലയൻസ് സ്റ്റോക്കിൽ ഈ ഒരു മൂവിന് സഹായകരമാകുന്ന ചില ഡെവലപ്മെൻറ്റുകൾ ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് അവർ പുതിയ അക്വിസിഷൻ നടത്തിയതായിട്ട് കാണാം. നാച്ചുറൽ എഡ്ജ് ബീവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഹെൽത്തി ഫങ്ഷണൽ ബീവറേജ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഇവർ മേജറായിട്ടുള്ള സ്റ്റേക്ക് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെൽത്തി ഫങ്ഷണൽ ബീവറേജ് അതിൻ്റെ ഒരു ബിസിനസ് സ്പേസ് അത് വളരെയധികം റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള റിലയൻസിൻ്റെ ആ ഒരു പ്രസൻസ് അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ കമ്പനിയിലേക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ അൾട്ടർനേറ്റീവ് ഡ്രിങ്ക്സ് മാത്രമല്ല അത്തരത്തിലുള്ള മറ്റ് പ്രൊഡക്റ്റുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട്. മറ്റൊരു നീക്കം നമ്മൾ റിലയൻസിൽ കാണുന്നത് അതിൻ്റെ ടെലികോം വിഭാഗമായിട്ടുള്ള ജിയോയിലാണ്. നമുക്കറിയാം ജിയോയുടെ ഒരു എൻട്രി പ്ലാൻ എന്ന് പറയുന്നത് 1 GB പെർ ഡേ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൻ്റെ റേറ്റ് 209 രൂപയായിരുന്നു. 22 ദിവസത്തെ വാലിഡിറ്റിയാണ് അതിനുണ്ടായിരുന്നത്. അതുകൂടാതെ മറ്റൊരു പ്ലാൻ 249 ഉണ്ടായിരുന്നു. അത് 28 ദിവസം ഒരു വാലിഡിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 1 GB ഡാറ്റയാണ് പെർ ഡേ അനുവദിച്ചിരുന്നത്. ഈ 2 എൻട്രി പ്ലാനുകളും ജിയോ ഇപ്പോൾ എടുത്തു കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ജിയോയുടെ ഒരു പ്ലാൻ നമ്മൾ എടുക്കുന്ന ഏതൊരു കസ്റ്റമർക്കും ഇനി 299 പ്ലാൻ തന്നെ എടുക്കേണ്ടി വരും. അതിൽ 1.5 GB ഡാറ്റ ഉണ്ട്, 28 ദിവസത്തെ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവറേജ് പെർ യൂസർ പെർ മന്ത് ആ ഒരു വാല്യൂ 299 ഉയരും എന്നുള്ളതാണ് ഈ ഒരു ചേഞ്ചിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ എയർടെലും വോഡഫോണും ഓൾറെഡി 299 1 GB പെർ ഡേ പ്ലാൻ അവരുടെ ബേസ് പ്ലാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജിയോയും പോകാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഒരു നീക്കം നടത്തുന്നതിലൂടെ റിലയൻസിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവരെ ഒഴിവാക്കി പോകാൻ സാധ്യതയില്ല. കാരണം അവർക്ക് മറ്റ് അൾട്ടർനേറ്റീവ് ഇല്ല. അവിടെ ജിയോ ആയാലും എയർടെൽ ആയാലും ഇതേ ചാർജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് വരാൻ പോകുന്നത് റിലയൻസിൻ്റെ റവന്യൂവിൽ നല്ലൊരു ജമ്പ് ഉണ്ടാവും. കാരണം എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു പ്ലാൻ എടുക്കാൻ നിർബന്ധിതമാവും. അപ്പോൾ അത് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടുകളിലൊക്കെ റിലയൻസിനെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ് നമുക്കിന്ന് റിലയൻസിൽ കാണാൻ കഴിഞ്ഞു. ഇത് കൂടാതെ സിറ്റി അതുപോലെ ജെഫ്രീസ് പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകൾ വളരെയധികം ബുള്ളിഷ് സ്റ്റാൻഡാണ് റിലയൻസിൽ എടുത്തത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചതോടുകൂടി നല്ലൊരു മൂവാണ് റിലയൻസിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ഇന്ന് ശക്തമായ മൂവ് നടന്ന മറ്റൊരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇന്നത് 3.62% അപ്സൈഡ് പോയതായിട്ട് കാണാം. ഒടുവിൽ അത് 700 മുകളിൽ ക്ലോസ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ വർഷം അത് 1000 മുകളിലേക്ക് പോയ ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നാണ് വലിയൊരു ക്രാഷ് നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. പിന്നീട് 600 എന്ന ലെവലിൽ വരെ ഈ സ്റ്റോക്ക് എത്തുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ തിരിച്ച് നമ്മൾ 700 ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂവ് ഇന്ന്
ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം 6 വർഷത്തിന് ശേഷം അവർ സൗത്ത് ആഫ്രിക്കയിലേക്ക് അവർ രണ്ടാമതും അവരുടെ പാസഞ്ചർ കാറുകൾ ഇറക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു റീലോഞ്ചാണ്. കാരണം മുമ്പ് ടാറ്റ സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ കാർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. 2004 സൗത്ത് ആഫ്രിക്കയിലെ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിൽ ടാറ്റയുടെ അക്കാലത്തെ മോഡലായിട്ടുള്ള ഇൻഡിക്ക, ഇൻഡിഗോ, അതേപോലെ വിസ്റ്റ, സഫാരി, ആരിയ പോലെയുള്ള കാറുകൾ വിറ്റയച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കൻ്റെ ആ ഒരു മാർക്കറ്റിൽ രണ്ടാമതും ടാറ്റയുടെ പുതിയ മോഡലുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു മൂവ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റീലോഞ്ചാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഇവർ ഈ ടാറ്റയുടെ ലേറ്റസ്റ്റ് മോഡലുകളായിട്ടുള്ള പഞ്ച്, ഹാരിയർ, കർവിവി, ടിയാഗോ പോലെയുള്ള കാറുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള മോട്ടോഴ്സ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന കാർ കമ്പനിയുമായിട്ടുള്ള ഒരു ടൈപ്പിലൂടെയാണ് ഈ ഒരു റീലോഞ്ച് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും സുസുക്കി, അതുപോലെ മഹീന്ദ്ര, ഹുണ്ടായി, നിസാൻ പോലെയുള്ള ഇന്ത്യൻ കാർ മാനുഫാക്ചറേഴ്സും ഈ ഒരു മാർക്കറ്റ് നോട്ടം ഇടുന്നുണ്ട്. എങ്കിലും അവിടെ ഫസ്റ്റ് എൻട്രി ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നേടി. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മൂവ് നമുക്കിന്ന് ടാറ്റ മോട്ടോഴ്സ് സ്റ്റോക്കിൽ കാണാൻ പറ്റും. ഇന്ന് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPO ലിസ്റ്റിംഗ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ IPO അത് ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ 1.35% ലോസിലാണ് ലിസ്റ്റ് ചെയ്തത്. 510 എന്നുള്ള പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അതിൻ്റെ ബിസിനസ് പെർഫോമൻസ് ആക്ച്വലി കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ഒരു നെറ്റ് ലോസിലുള്ള ഒരു കമ്പനിയായിരുന്നു. സ്വാഭാവികമായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു IPOയിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അപ്പോൾ 517 എന്നുള്ള IPO പ്രൈസിൽ വന്ന ഈ ഒരു ബ്ലൂ സ്റ്റോണിൻ്റെ IPO അത് ലിസ്റ്റ് ചെയ്തത് 510 എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ലിസ്റ്റിങ്ങിന് ശേഷം ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടാതിരുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ട് ശക്തമായ ബൈങ് ഈ സ്റ്റോക്കിൽ നടത്തുകയും അങ്ങനെ ഇന്നത്തെ ഡേ ക്ലോസിംഗ് 546 എന്ന ലെവലിലെത്തുകയും ആ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 5% ഒരു ഗെയിനാണ് ഇന്നത്തെ ലിസ്റ്റിംഗ് ഡേയിൽ ഫൈനലായിട്ട് ഈ ബ്ലൂ സ്റ്റോൺ IPO നേടിയത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് അതിൻ്റെ ചില ബുള്ളിഷ് ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ അത് ഇത്തരത്തിലുള്ള ലിസ്റ്റിംഗ് ലോസ് നേടിയ IPOനെ പോലും തിരിച്ച് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു ബ്ലൂ സ്റ്റോൺ IPOയിൽ നമ്മൾ കണ്ടത്. ഇതുപോലെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് ടെക്സ്റ്റൈൽ കമ്പനികളിൽ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടായി. അതിൽ ഇപ്പോൾ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, നഹാർ സ്പിന്നിങ്, കിറ്റക്സ് ഗാർമെന്റ്സ്, വെൽസ്പൺ ലിവിങ്, ഇൻഡോരാമ സിന്തറ്റിക്സ്, നിതിൻ സ്പിന്നേഴ്സ്, ഇൻഡോകോണ്ട് ഇൻഡസ്ട്രീസ്, ട്രൈഡന്റ്, സിയാറാം സിൽക്ക് മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്ട് പോലെയുള്ള പല കമ്പനികളിലും ശക്തമായ ഒരു മുന്നേറ്റം ഇന്നുണ്ടായി. 3% മുതൽ 8% വരെ ഇൻട്രാഡേയിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ ക്വാർട്ടറിൽ വളരെയധികം മാർക്കറ്റിൽ അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കുകളായിരുന്നു. ഏകദേശം 21% വരെയുള്ള ഫോള് പല ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമായത് US ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ താരിഫുമായി ബന്ധപ്പെട്ട 25% താരിഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾക്ക് ആദ്യം ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലുള്ള എക്സ്ട്രാ 25% പെനാൽറ്റിയും കൂടി വന്നതോടുകൂടി വലിയൊരു പ്രതിസന്ധിയാണ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് മേഖലയിൽ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഗവൺമെൻറ് ചില സ്റ്റെപ്പുകളായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇവരുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള കോട്ടൻ്റെ ഇറക്കുമതി അതിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്ന 11% ഇമ്പോർട്ട് ടാക്സ് അത് പൂർണ്ണമായിട്ടും താൽക്കാലികമായിട്ട് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടാതെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ് എന്ന രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള സെസ് ഉണ്ടായിരുന്നു, അതും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റൈൽ ചെയിൻ, യാൺ, അതുപോലെ ഫാബ്രിക്, ഗാർമെൻറ്റ്സ് മേഖലകളിൽ വലിയൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോട്ടണിന് ഉള്ള ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഇവർ എക്സ്പോർട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി കോട്ടൺ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതൊരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോഴും വലിയ ടാക്സ് ആണ് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ഇവരുടെ കോസ്റ്റിനെ ബാധിച്ചിരുന്നു. പക്ഷേ US അതിൻ്റെ ടെക്സ്റ്റൈലിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വലിയ തോതിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ ഇവർക്ക് അവിടെ അത് വിൽക്കാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ താരിഫ് വന്നതോടുകൂടി ആ ഒരു അവസരം പൂർണ്ണമായിട്ടില്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡ്യൂട്ടി എടുത്തു കളഞ്ഞതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിലവിൽ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ട് മത്സരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും വലിയ പ്രതിസന്ധിയാണ് നിലവിൽ ടെക്സ്റ്റൈൽ മേഖലയിലുള്ളത്. കാരണം ഇവരുടെ ഓർഡർ ബുക്ക് ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്
സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ മറ്റ് മാർക്കറ്റുകൾ ഷോർട്ട് ടേമിൽ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ടാക്സ് എക്സംഷൻ പോലും അതിൻ്റെ എഫക്റ്റ് വലിയ തോതിൽ നിലവിലെ കമ്മിങ് ക്വാർട്ടേഴ്സിൽ സ്വാഭാവിക ടെക്സ്റ്റൈൽ കമ്പനികളിൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ പിന്നീട് ഈ താരിഫുമായി ബന്ധപ്പെട്ട ഈ ഒരു ട്രേഡ് ടോക്സിലൊക്കെ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സംഷൻ തുടരുകയാണെങ്കിൽ ഈ കമ്പനികൾക്ക് അത് ഗുണം ചെയ്യും. പക്ഷേ ഇപ്പോൾ തൽക്കാലം സെപ്റ്റംബർ 30 വരെയാണ് ഈ ഒരു താരിഫ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം ഇവരെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നമ്മൾ ഇന്ന് കാണുന്നത് സെബിയുടെ ഭാഗത്ത് നിന്നാണ്. ഇത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ചില വാർത്തകളാണ്. അതായത് F&O സെഗ്മെന്റിൽ നമുക്കറിയാം ജെയിൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള അതിശക്തമായ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് F&O മാർക്കറ്റിൽ സ്റ്റോക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഇത്തരം വലിയ ബിഗ് ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സിൽ നിലവിൽ 12 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ആ 12 സ്റ്റോക്കുകളിൽ തന്നെ പ്രധാനപ്പെട്ട 2 ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് HDFCയും ICICI ബാങ്കും. അപ്പോൾ ഈ 2 ബാങ്കുകളുടെ മൊത്തത്തിലുള്ള വെയിറ്റേജ് 50% കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ F&O മാർക്കറ്റിൽ വലിയ പൊസിഷൻ എടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 2 സ്റ്റോക്കുകളിൽ നല്ലൊരു പർച്ചേസ് നടത്തിയാൽ തന്നെ ഈ ബാങ്ക് ഇൻഡെക്സിൻ്റെ പ്രൈസ് വലിയ തോതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനൊരു തടയിടുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി നിഫ്റ്റി 50 അല്ലാത്ത ഏത് ഇൻഡെക്സും അത് മിനിമം 14 സ്റ്റോക്കുകളെങ്കിലും ഉണ്ടാകണം എന്നൊരു നിയമം സെബി കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൂടാതെ 20% കൂടുതൽ ഒരു സ്റ്റോക്കിന് വെയിറ്റേജ് നൽകരുത് എന്നും കൂടി അതിൽ നിർദ്ദേശമുണ്ട്. കൂടാതെ 3 സ്റ്റോക്കുകൾ ചേർന്നിട്ട് 45% കൂടുതലും വെയിറ്റേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ HDFCയുടെയും ICICIൻ്റെയും ഒക്കെ വെയിറ്റേജ് ബാങ്ക് ഇൻഡെക്സിൽ കുറയ്ക്കേണ്ടി വരും. എന്നാൽ ഇത് പെട്ടെന്ന് ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സുകളുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ETFകളുണ്ട്, അവർക്കൊക്കെ വലിയ പ്രതിസന്ധി നേരിടും. അതുകൊണ്ട് സെബി ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇവർ HDFC ബാങ്കിൻ്റെയും അതേപോലെ തന്നെ ICICI ബാങ്കിൻ്റെയും പോലുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ വെയിറ്റേജ് ഈ ഒരു ഇൻഡെക്സിൽ കുറച്ച് കൊണ്ടുവരുവാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസിലും ഇതേപോലെയുള്ള ചേഞ്ചസ് സെബി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സെബി ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി സെപ്റ്റംബർ 8 വരെ ഒരു ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ഇൻഡെക്സുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ F&O മാർക്കറ്റിൽ നടക്കുന്ന ഇത്തരം മാനിപ്പുലേഷനെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് സെബി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.